ഇപ്പോൾ ശാന്തനു പ്രതീകമാണെന്ന് പറഞ്ഞു. എന്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം കാമത്തെ, അതായത് ഭോഗസുഖങ്ങളെ, ലൗകിക സുഖങ്ങളെ അടക്കാൻ നിരന്തരമായി ശ്രമിച്ചിട്ടും അടക്കാൻ പറ്റാതെ അതിൽ പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ്. ശാന്തനുവിൻ്റെ പ്രതീകാത്മകതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് ഇടപെട്ട് ഒരു സംശയം ചോദിക്കുകയാണ്. മാഷ് ആമുഖമായിട്ട് പറഞ്ഞു വ്യാസനെ കടത്തിവിട്ടാൻ, കഥാകഥന ശൈലിയിൽ വ്യാസനെ കടത്തിവിട്ടാൻ വിശ്വസാഹിത്യത്തിൽ കവികൾ അപൂർവമാണ്. ഒപ്പം മാഷ് പറയുണ്ടായി മനുഷ്യത്വത്തിൻ്റെ കഥ പറയുന്ന ഒരു സമ്പ്രദായം, മനുഷ്യൻ്റെ കഥയും മനുഷ്യത്വത്തിൻ്റെ കഥയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു. മനുഷ്യത്വത്തിൻ്റെ കഥ പറയുന്ന കവികൾ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ വിശ്വസാഹിത്യത്തിൽ അപൂർവമാണോ? ഇത് ഭാരതീയ സാഹിത്യത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയോ കുത്തകയോ ആണോ? ഭാരതീയ സാഹിത്യത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞുകൂടാ, ഇതിഹാസത്തിൻ്റെ സവിശേഷതയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഭവഭൂതിയുടെ കാവ്യങ്ങളിലേക്ക്, നാടകങ്ങളിലേക്ക് വരുമ്പോൾ ഈ സവിശേഷമായ പ്രതിഭാശക്തിയുടെ താണ്ഡവം നാം ഭവഭൂതിയിൽ കാണുന്നില്ല, പിൽക്കാല കവികളിലും കാണുന്നില്ല. നമ്മുടെ റൊമാൻറ്റിക് കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും ഈ സവിശേഷത നാം കാണുന്നില്ല. അപ്പോൾ ഇതിഹാസത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതിന് കാരണം വ്യാസൻ്റെ ജന്മസിദ്ധമായ പ്രതിഭയുടെ ശക്തിയും പിന്നെ അദ്ദേഹത്തിൻ്റെ തപസ്സും പിന്നെ അദ്ദേഹത്തിൻ്റെ സർവ വിഷയങ്ങളെ സംബന്ധിക്കുന്ന സമഗ്രമായ ജ്ഞാനവുമാണ്. വ്യാസന് അറിഞ്ഞുകൂടാത്ത വിഷയം ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ സാധിക്കുമോ എന്ന് നമുക്ക് തോന്നും. കാരണം അതൊരു അത്യുക്തി നിറഞ്ഞ പ്രസ്താവമാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല. സർവ വിഷയങ്ങളും അറിയുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദുഃഖമില്ലാതിരിക്കാനുള്ള ഔഷധം കണ്ടുപിടിച്ചയാൾ എന്നാണ് അർത്ഥം. ഈ ജ്ഞാനങ്ങളെല്ലാം എന്തിനുള്ളതാണ്? മനുഷ്യൻ്റെ സുഖത്തിന് വേണ്ടിയുള്ളതാണ്. ഭൗതിക ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടിയാണ് ആധ്യാത്മിക വിദ്യ കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ കാമശാസ്ത്രവും എഴുതപ്പെട്ടിട്ടുണ്ട്, യോഗശാസ്ത്രവും എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടിനെയും ഒരുപോലെ ആദരിക്കുന്ന, ഭൗതിക ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും, ജീവിതത്തിൻ്റെ സമഗ്രതകളെ മുഴുവനും, ജീവിതത്തിൻ്റെ സിദ്ധികളെ മുഴുവനും അതേപടി അംഗീകരിച്ചുകൊണ്ട് അവ മുഴുവൻ അനുഭവിക്കാൻ സമ്പൂർണമായ അനുവാദം തന്നിരിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. മറ്റ് സംസ്കാരങ്ങളിൽ ആധ്യാത്മിക ജീവിതം വരുമ്പോൾ ഭൗതിക ജീവിതത്തെ തള്ളിക്കളയണം എന്നുണ്ട്. ഇപ്പോൾ ഭഗവാൻ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ധനികന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് സൂചിക്കുഴയിലൂടെ ഒട്ടകം കടന്നു പോകുന്നതിന് തുല്യമാണ്. സൂചിക്കുഴ എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിലെ ഒരു ഗോപുരത്തിൻ്റെ പേരാണ്, അല്ലാതെ നാം മുണ്ട് കുത്തുന്ന സൂചിയുടെ കുഴ എന്നല്ല അതിനർത്ഥം. അപ്പോൾ ആധ്യാത്മിക ജീവിതം സമ്പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? ആള് ഒന്നുകിൽ വളരെ സാമാന്യ ജീവിതം നയിക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ സ്വയം ദാരിദ്ര്യം ഭരിച്ച ആളായിരിക്കണം, സ്വയം നിസ്വത ഭരിച്ച ആളായിരിക്കണം. സ്വമേധയാ ചെന്ന് നിസ്വനാകുന്ന ആളിന് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ധനം സമ്പാദിക്കാൻ പാടില്ലെന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു ഭൂഷണമാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? ദാരിദ്ര്യം ഭൂഷണമാണ്. ഒരു പക്ഷേ ഉണ്ടല്ലോ, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത ഒരാള് അയാൾ താൻ ഉപവസിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതിലർത്ഥമില്ല. അപ്പോൾ ഭാരതീയ ആധ്യാത്മികതയുടെ ഒരു ദർശനം ഈ സമൃദ്ധിയിലുള്ള ഒരു അന്തസാര ശൂന്യതയായിരിക്കില്ലേ? എല്ലാം എനിക്കുണ്ട്, ഇത് നേടാനുള്ള സാധ്യതകളും എനിക്കുണ്ട്, പക്ഷെ അതിൽ നിന്ന് ഞാൻ നിവർത്തിക്കുന്നു. അല്ല, സമൃദ്ധിയെ ഭാരതീയ സംസ്കാരം നിഷേധിച്ചിട്ടില്ല. ഒരിക്കലും സമൃദ്ധിയെയോ ക്ഷേമത്തെയോ ഐശ്വര്യത്തെയോ ഭാരതീയ സംസ്കാരം, ഭൗതികമായ ഐശ്വര്യത്തെ ഭാരതീയ സംസ്കാരം നിഷേധിച്ചിട്ടില്ല. അങ്ങനെ നിഷേധിക്കുന്നത് മനഃശാസ്ത്രപരമായി തെറ്റാണ് താൻ. എന്താണ്? മനുഷ്യൻ്റെ പ്രവണത എപ്പോഴും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും കുതിക്കാനാണ് പഞ്ചേന്ദ്രിയങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സും ബുദ്ധിയും, മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും സമൃദ്ധിക്കും വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കത്തക്ക വിധത്തിലാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ ഘടന, മനസ്സിൻ്റെ ഘടന, ബുദ്ധിയുടെ ഘടന. അങ്ങനെ ഇരിക്കെ അത് ജന്മസിദ്ധമായ അല്ലെങ്കിൽ സൃഷ്ടിയുടെ തന്നെ ഒരു സവിശേഷതയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഇരിക്കെ അതിനെ നിഷേധിക്കുന്നത് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കുകയാവും. പക്ഷേ
മഹത്വപൂർണമായ ജീവിതം എന്ന ഒന്നുണ്ട്. മഹത്വപൂർണമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലോകോപകാരപ്രദമായ ജീവിതം നയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജീവൻ മുക്തൻ്റെ ജീവിതം നയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക പുരുഷൻ്റെ ജീവിതം നയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരാളുടെ ജീവിതം നയിക്കണമെങ്കിൽ നാം ഈ സമൃദ്ധിയെ മനഃപൂർവ്വം ഉപേക്ഷിക്കണം. ഇത് ജനങ്ങൾ ഉപേക്ഷിക്കേണ്ട, ഇതൊരു സാധാരണ മനുഷ്യൻ ഉപേക്ഷിക്കേണ്ട, ഇതൊരു സാധാരണ കൗടുംബികനായ വ്യക്തി ഉപേക്ഷിക്കേണ്ട, ഇതൊരു ഗൃഹസ്ഥാശ്രമധർമ്മി ഉപേക്ഷിക്കേണ്ട. അപ്പോൾ ധനം സമ്പാദിക്കേണ്ടത് ഭാരതീയ സംസ്കാരപ്രകാരം ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്. സമ്പാദിക്കുകയും വേണം. പക്ഷേ ധനത്തിൽ മാനസികമായ ആസക്തി പാടില്ല. അപ്പോൾ ധനത്തിൽ നിന്നുള്ള, ഭൗതിക സുഖങ്ങളിൽ നിന്നുള്ള ആസക്തിയെ നശിപ്പിച്ച് കളയുക എന്നതാണ്. അനാസക്തമായ തരത്തിൽ സമ്പാദിക്കുക എന്ന് പറയുന്ന തരം ഒരു സമ്പാദ്യത്തിൻ്റെ വിദ്യയുണ്ട്, അസാധാരണമായ. ആ വിദ്യയാണ് എപ്പോഴും ഭാരതം പിന്തുണച്ചിട്ടുള്ളത്, നമ്മുടെ മഹർഷിമാർ അനുഗ്രഹിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു അവ്യക്തതയുണ്ട്. ഇപ്പോൾ ലക്ഷ്മി ഉന്നയിച്ച ആ ചോദ്യത്തിനൊരു ഉപചോദ്യമായിട്ട് ചോദിക്കും. ഒരു വശത്ത് മാഷ് പറയുന്നു സമൃദ്ധിയെ നിഷേധിക്കുന്നില്ല, അതേ അവസരത്തിൽ ദാരിദ്ര്യം ഒരു ഭൂഷണമായി കരുതുകയും ചെയ്യും. ഇത് പരസ്പര വിരുദ്ധമല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഗാന്ധിജിയുടെ ദാരിദ്ര്യം. ഇന്ത്യ രാജ്യത്തിൽ അദ്ദേഹത്തിന് എന്ത് സമൃദ്ധികൾ വേണമെങ്കിലും ലഭിക്കുമായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കത്തിജ്വലിക്കുന്ന ഒരു തീജ്വാലയായി ജനങ്ങളുടെ അനുഗ്രഹ ആശസ്സുകൾ നേടിക്കൊണ്ട് സമൂഹ ജീവിതത്തിൻ്റെ, ഭാരതീയ ജീവിതത്തിൻ്റെ നടുക്ക് അദ്ദേഹം കത്തിനിന്ന കാലത്ത് അദ്ദേഹത്തിന് എന്ത് സമൃദ്ധിപൂർണമായ ജീവിതത്തിനും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അദ്ദേഹം അങ്ങനത്തെ സമൃദ്ധി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എവിടെ ഏത് നാട്ടുരാജ്യങ്ങളിൽ അദ്ദേഹം ചെന്നാലും താലി ഒഴിച്ച് സ്ത്രീകളുടെ കഴുത്തിൽ കിടക്കുന്ന മാല വരെ വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കാം, പണം സ്വീകരിക്കാം, ധനം സ്വീകരിക്കാം, ഈ മഞ്ഞ ലോഹം സ്വീകരിക്കാം, ആളുകളെയും ആകർഷിക്കുന്ന ഈ മഞ്ഞ ലോകം സ്വീകരിക്കാം, രത്നം സ്വീകരിക്കാം, ഇതെല്ലാം നിങ്ങൾക്ക് സമ്പാദിച്ചു വയ്ക്കാം. ഇതെല്ലാം ലോകസംഗ്രഹത്തിന് വേണ്ടി ആയിരിക്കും. അങ്ങനെ ലോകസംഗ്രഹത്തിന് വേണ്ടി സമ്പാദിക്കുന്നയാൾ സ്വന്തം നിലയിൽ ഒരിക്കൽ ജവഹർലാൽ നെഹ്റു ഈ ഏർപ്പാടുണ്ടല്ലോ, ഷേവ് ചെയ്യുക, എന്താ എന്ന് പറയുന്നത്, ക്ഷവരം ചെയ്യുക. ഈ ക്ഷവരം ചെയ്യുന്നതിന് വേണ്ടി, പച്ചമലയാളത്തിൽ പറയാം, തൻ്റെ താടി വടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പൈപ്പ് തുറന്നിട്ടിട്ട് പൈപ്പിൽ നിന്ന് ഈ ഷേവ് ചെയ്യുന്ന സമയത്ത്, ഞാനത് ചെയ്യാറില്ലാത്തതുകൊണ്ട് എനിക്കതിനകത്ത് അത്ര വളരെ അറിഞ്ഞുകൂടാ, ഈ ഷേവ് ചെയ്യുന്ന ഷേവിങ് സെറ്റ്, ബ്ലൈഡോട് കൂടിയ ഷേവിങ് സെറ്റ് മുക്കിയിട്ട് ഇങ്ങനെ എടുത്ത് അദ്ദേഹം പഠിക്കും, പിന്നെയും ഇങ്ങനെ മുക്കിയിട്ട് പഠിക്കും. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിങ്ങളൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് വയ്ക്കുക നെഹ്റുവേ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വെള്ളം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കും. വെള്ളം നമ്മുടെ വകയുമല്ല, നിങ്ങളുടെ വകയുമല്ല. ഈ വെള്ളം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ വകയാണ്, അത് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ്, പൊതു സ്വത്ത് അല്ലെങ്കിൽ പൊതുവായ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് പൊതു സ്വത്ത് ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നതിലുള്ള മഹാത്മാഗാന്ധിയുടെ നിഷ്കർഷയാണ് അതിൽ കാണുന്നത്. ഇതാണ് ലോകസംഗ്രഹം. ലോകസംഗ്രഹം ജീവിതവ്രതമായി സ്വീകരിച്ച വ്യക്തി ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കി കളയുകയില്ല, പാഴാക്കി കളയാൻ പാടില്ല, പാഴാക്കി കളയാൻ അവർക്ക് തോന്നുകയില്ല. പാഴാക്കി കളയാൻ അവർക്ക് തോന്നിയാൽ അവർ ലോകസംഗ്രഹത്തെ തങ്ങളുടെ ദൃഢമായ വ്രതമായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.